എപ്പോൾ നോക്കിയാലാണ് ശരീരഭാരം കൃത്യമായി അറിയാൻ കഴിയുക? രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രി? ഉത്തരം രാവിലെ. രാവിലെ ഉറക്കമുണർന്ന ശേഷമാണ് ഭാരം നോക്കേണ്ടത്. കഴിച്ച ഭക്ഷണമെല്ലാം ദഹിച്ച് വയറ് ശൂന്യമായ അവസ്ഥയായിരിക്കും അപ്പോൾ. ബഹിരാകാശത്ത് നിന്നാൽ കാണാൻ കഴിയുന്ന ഭൂമിയിലെ ഉത്സവം ഏത്? മാമാങ്കം, കുംഭമേള, തൃശൂർ പൂരം, മകരവിളക്ക്? ഉത്തരം കുംഭമേള. കുംഭമേളയിലെ താൽക്കാലിക ഘടനകളും വൻതോതിലുള്ള ആളുകളും ഒത്തുചേരലും പരിപാടികളുടെ വലുപ്പവും സാന്ദ്രതയും കാരണം ബഹിരാകാശത്ത് നിന്ന് കാണാൻ കഴിയും. കൊലക്കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട മൃഗം ഏത്? നായ, ആന, പോത്ത്, കടുവ? ഉത്തരം ആന. 1916 കൊലപാതക കുറ്റത്തിന് മേരി എന്ന ആനയെ അറസ്റ്റ് ചെയ്ത് ഒരു ജനക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് തൂക്കിലേറ്റി. ഓർമ്മശക്തിക്ക് ഏറ്റവും നല്ല മത്സ്യം ഏതാണ്? അയല, സ്രാവ്, മത്തി, ചെമ്മീൻ? ഉത്തരം മത്തി. തലച്ചോറിന്റെ ആരോഗ്യത്തിന് കഴിക്കാവുന്ന ഏറ്റവും നല്ല മത്സ്യം സാൽമൺ, ടൂണ, മത്തി എന്നിവയാണ്. നിറയെയുള്ള ഒമേഗ 3 എന്ന ഫാറ്റി ആസിഡ് തലച്ചോറിന് ഏറെ ഗുണം ചെയ്യും. ഒമേഗ 3 തലച്ചോറിന് കൂടുതൽ ഓക്സിജൻ നൽകുന്നു. വേവിച്ചാൽ ഗുണം കൂടുന്ന പച്ചക്കറി ഏത്? ക്യാരറ്റ്, മത്തങ്ങ, വെള്ളരി, ബീറ്റ്റൂട്ട്? ഉത്തരം ക്യാരറ്റ്. ക്യാരറ്റ് പാചകം ചെയ്യുന്നത് ബീറ്റാ കരോട്ടിൻ എന്ന ആന്റി ഓക്സിഡന്റ് സംയുക്തം പുറത്തുവിടുന്നു. ക്യാരറ്റ് അസംസ്കൃതമായി കഴിക്കുന്നത് ഈ പദാർത്ഥത്തിന്റെ 3% മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ നിങ്ങൾ അവയെ ചൂടാക്കുമ്പോൾ അവ 40% അടുക്കുന്നു. ആദ്യമായി കണ്ടുപിടിച്ച ആധുനിക മരുന്ന് ഏതാണ്? പാരസെറ്റമോൾ, ആസ്പിരിൻ, മോർഫിൻ, പെൻസിലിൻ? ഉത്തരം മോർഫിൻ. കറുപ്പിൽ നിന്ന് വേർതിരിച്ചെടുത്ത മോർഫിനാണ് ആദ്യത്തെ ആധുനിക ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻ. 1804 ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഫെഡറിക് സെൽട്ടൺ ആണ് ഇത് കണ്ടുപിടിച്ചത്. മരണത്തിന് 6 മാസം മുൻപേ ശരീരം കാണിക്കുന്ന ലക്ഷണം എന്ത്? വിശപ്പില്ലായ്മ, തലകറക്കം, തലവേദന, ഉറക്കക്കുറവ്? ഉത്തരം വിശപ്പില്ലായ്മ. മരണത്തിനു മുമ്പുള്ള അവസാന 6 മുതൽ 12 മാസം വിട്ടുമാറാത്ത ക്ഷീണമോ ബലഹീനതയോ അനുഭവപ്പെടുന്നതും ശരീരഭാരം കുറയുന്നതും വിശപ്പില്ലായ്മയും സാധാരണമാണ്. ആദ്യത്തെ മനുഷ്യനിർമ്മിത ധാന്യവിള ഏത്? ട്രൈറ്റിക്കൽ, ബാർലി, സോർഗം, നെല്ല്? ഉത്തരം ട്രൈറ്റിക്കൽ. ഗോതമ്പിന്റെയും റൈനയുടെയും സങ്കര ഇനമാണ് ട്രൈറ്റിക്കൽ. നിതംബത്തിലൂടെ ശ്വസിക്കുന്ന ജീവി ഏത്? കടലാമ, നീരാളി, തവള, മുതല? ഉത്തരം കടലാമ. ആമകൾ ഹൈബർനേറ്റ് ചെയ്യുമ്പോൾ, അതായത് ശൈത്യകാലത്തുള്ള നിഷ്ക്രിയമായ അവസ്ഥയിൽ, അവയുടെ പ്രധാന ഓക്സിജന്റെ ഉറവിടം അവയുടെ നിതംബത്തിലൂടെയാണ്. ഇതിനെ ക്ലോക്കൽ ശ്വാസോച്ഛ്വാസം എന്ന് വിളിക്കുന്നു. സ്ത്രീകളുടെ ഔഷധം എന്നറിയപ്പെടുന്ന ചെടി ഏത്? ഇഞ്ചി, എരിക്ക്, കരിരച്ചി, കായം? ഉത്തരം കരിനൊച്ചി. സ്ത്രീകളുടെ ഔഷധസസ്യം എന്നറിയപ്പെടുന്ന ആഗ്നസ് കാസ്റ്റേഴ്സ് അഥവാ കരിനൊച്ചി ഹോർമോൺ തലത്തിൽ കൂടുതൽ സാവധാനത്തിൽ എന്നാൽ അഗാധമായി പ്രവർത്തിക്കുന്നു. ഇത് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കും. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.